ഒരാൾക്ക് 20 കോടി രൂപയുടെ ഒരു ലോട്ടറി അടിച്ചതറിഞ്ഞ് ആ നാട്ടിലുള്ള ആളുകൾ എല്ലാവരും അവനെ ഓടിച്ചിട്ട് കൊല്ലാനായിട്ട് നോക്കുന്നു. അവൻ അവരുടെ അടുത്ത് നിന്നെല്ലാം ഓടി രക്ഷപ്പെടുകയും കയ്യിൽ കിട്ടിയവരെല്ലാവരും അടിച്ചിട്ടിട്ട് അവർ രക്ഷപ്പെടാനായിട്ട് വീട്ടിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് ഒരു മുത്തശ്ശി വരികയും ഒരു ഗണ്ണ് വെച്ച് അവരെ കൊന്നു കളയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവന് കിട്ടിയ 20 കോടി ലോട്ടറി ക്യാഷ് ഇപ്പൊ ആ മുത്തശ്ശിക്ക് കിട്ടുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടില് എല്ലാ മാസവും ഒരു ലോട്ടറി നറുക്കെടുപ്പ് നടക്കാറുണ്ട്. അതിൽ വിജയിക്കുന്ന ആൾക്ക് 20 കോടി രൂപയുടെ ലോട്ടറി കിട്ടും. പക്ഷേ ഒരു ദിവസത്തിനുള്ളിൽ അയാളെ കൊന്നു കഴിഞ്ഞാൽ ആ ലോട്ടറി പൈസ കിട്ടാൻ പോകുന്നത് ആ കൊന്ന ആൾക്കായിരിക്കും. ഇതുപോലൊരു ലോട്ടറി കിട്ടിയാൽ നിങ്ങൾ ആദ്യം എന്തായിരിക്കും വാങ്ങിക്കുക എന്ന് ഒന്ന് കമന്റ് ചെയ്യാമോ? അങ്ങനെ ഇതൊന്നും അറിയാതെ ആ നാട്ടിലേക്ക് വന്ന് കേറ്റി എന്ന ഈ പെണ്ണിനാണ് അടുത്തതായിട്ട് ആ ലോട്ടറി അടിക്കുന്നത്. അങ്ങനെ ലോട്ടറി അടിച്ചതും പെട്ടെന്ന് ആളുകള് കയ്യിൽ കിട്ടിയതെല്ലാം വെച്ച് അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത് കണ്ട് അവൾക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. അങ്ങനെ അവളുടെ ഫ്രണ്ട്സും ആ നാട്ടിലുള്ള പോലീസുകാരും ഉൾപ്പെടെ എല്ലാവരും അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിൽ അങ്ങോട്ട് ജോൺസിന് വരികയും അവളെ അറ്റാക്ക് ചെയ്യാൻ വന്ന ആളുകളുടെ കയ്യിൽ നിന്ന് അവളെ രക്ഷിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ആ ലോട്ടറി പണത്തിൽ നിന്നും 10% എനിക്ക് തന്നാൽ ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് ജോൺസിന അവളോട് പറയുന്നു. ഇത് കേട്ട് കേറ്റി ആ ഡീലിനായിട്ട് സമ്മതിക്കുന്നു. അങ്ങനെ ജോൺസിന കേറ്റിയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവരെ എല്ലാം അടിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്നെല്ലാം അവളെ രക്ഷിച്ച് അവസാനം ആ ലോട്ടറി ടിക്കറ്റ് അവൾക്ക് തന്നെ കൊടുക്കുന്നു. അങ്ങനെ അവള് അതിൽ നിന്ന് 10% ജോൺസിനേക്ക് കൊടുക്കുകയും അവര് രണ്ടുപേരും സന്തോഷത്തോടു കൂടി ആളുകളെ എല്ലാം സഹായിച്ച് ഹാപ്പിയായി ജീവിക്കുന്നു.